ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 26ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ മക്കൾ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ ഇതാ ടോട്ടോ കണ്ടില്ലേ, കൂട് തുറന്നിട്ട് കൂടുന്ന് ഇറങ്ങാണ്ട് ഇരിക്കുകയാണ് കേട്ടോ. കാരണം അവൻ വലിയ കുരുത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അവൻ എന്താ പറയുക, എല്ലാവരും ചെരുപ്പും ഷൂ എല്ലാം കടിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുജിക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവൻ്റെ കൂട്ടിൽ തന്നെ ആ കടിച്ച ചെരുപ്പ് കൊണ്ടിട്ട് ഇത് എന്താ ചെയ്തോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ എല്ലാവർക്കും ദേഷ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മനസ്സിലായപ്പോൾ അവൻ ആ ഷൂ ഒന്നും തൊടാണ്ട് ആ മൂലയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് സങ്കടം തോന്നിയപ്പോൾ പോരെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ എന്താ പറയുക, 2 എഗ്ഗാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇന്നലെ കുറച്ച് ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാവരും കഴിക്കണം കണ്ടപ്പോൾ ഒരു കൊതിക്ക് അത് ഇച്ചിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 എഗ്ഗ് ഡെയിലി ഇപ്പോൾ കഴിക്കാൻ നോക്കുന്നുണ്ട്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ ഓൾറെഡി സജസ്റ്റ് ചെയ്താണ് കേട്ടോ, ഇങ്ങനെ എന്നും 2 എഗ്ഗ് എങ്കിലും കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ അങ്ങോട്ട് റുട്ടീനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എനിക്ക് പെട്ടെന്ന് മടുക്കും ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡൊക്കെ പോയി ഓഫീസിലേക്ക്. പിന്നെ ഞാൻ ഒരു 12-12:30 ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുക കഴിക്കുക എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവക്കാഡോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ ഒന്ന് എന്താ പറയുക, ഒരു സ്മൂത്തി പോലെ എന്തെങ്കിലും അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആഗ്രഹത്തിൽ അത് തുറന്നു നോക്കിയതാണ്. അതിലിങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ എന്താ പറയുക, ഒരു ഭാഗം എന്നല്ല, മൊത്തത്തിലൊരു കേട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം അങ്ങോട്ട് മുറിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ശ്രമിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ നോക്കുന്നോളും ഉള്ളിലോട്ട് ഇങ്ങനെ പുഴുവിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു കേട്ടോ. കാരണം ഈ ഒരു സാധനത്തിന് നല്ല റേറ്റ് അല്ലേ. അപ്പോൾ ഒറ്റൊന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ. അപ്പോൾ ഒറ്റൊന്ന് വാങ്ങി നന്നായി എന്നും വിചാരിച്ചു കേട്ടോ. കാരണം മൊത്തം എന്താ പറയുക, ഫുള്ള് കേടായിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എളിഞ്ഞിട്ട് അത് മൊത്തം കൊണ്ടേ കളയാണ്. പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് എന്താ പറയുക ബ്ലൂബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ഇന്നലെ കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി പകുതി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതുമേലെ അങ്ങോട്ട് കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ള ഒരവസ്ഥയാണല്ലോ. ആ അവസ്ഥയായിട്ടുണ്ട് എനിക്ക്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പുഴുണ്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, പുഴുവിനെ നേരിട്ട് അങ്ങോട്ട് കണ്ടാൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ നല്ല കഴുകിയിട്ട് ഞാൻ അവിടെ ടി വിന് മുന്നിൽ വന്നിരുന്നുണ്ട് കേട്ടോ, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം കഴിക്കുന്നതിന് മുന്നൊക്കെ ആദ്യം തന്നെ നമ്മൾ ടി വി ഒക്കെ എടുത്ത് സെറ്റാക്കി ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ അങ്ങോട്ട് ഓണാക്കിയിട്ടാലേ എന്തെങ്കിലുമൊക്കെ അകത്തോട്ട് പോവുള്ളൂ. ഇപ്പോൾ വീണ്ടും ബ്ലൂബെറി കഴിക്കുന്നതിൻ്റെ ഇടയിൽ അതിലൊന്നുമില്ല കേട്ടോ, നല്ല ഫ്രഷ് ബ്ലൂബെറിയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, മറ്റേതിൽ അങ്ങനെയൊക്കെ കണ്ടതുകൊണ്ടാവണം ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ കടി കടിച്ചിട്ടും അതിലെന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ആ മൈൻഡ് അങ്ങോട്ട് സെറ്റായത് നല്ല ബ്ലൂബെറി ആണ് എന്നുള്ളത്. അപ്പോൾ അതങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് മാറ്റി ഒന്ന് എന്താ പറയുക, നമ്മളെ തന്നെ ഒന്ന് ഫ്രഷ് ഒരു മൈൻഡ് അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. എന്നിട്ട് മക്കളൊക്കെ ഒന്ന് കൂട്ടി വന്നിട്ട് മക്കൾക്ക് ചായം ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഷ്റൂം റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. ജസ്റ്റ് ഉള്ളി തക്കാളി ഒക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് നമ്മൾ ഈ മഷ്റൂമും കൂടി ഇട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഷ്റൂം റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മഷ്റൂം ഫ്രൈ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും ഇന്ന് മീൻകറി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മീൻകറി എടുത്തിട്ടുണ്ട്, പിന്നെ മീൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ട്. റൈസ് ഞാൻ പാടെ ഒഴിവാക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഒരു 6 മണി 6:30 ആയപ്പോൾ ഞാനിതാ ഒരു ബട്ടർ കോഫി കുടിച്ചിട്ടുണ്ട്.
എന്താ പറയുക, അതിൻ്റെ കൂടെ ഒന്നും കഴിച്ചില്ല കേട്ടോ. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഗംഭീരമായിട്ട് ചെയ്തപ്പോൾ നല്ലൊരു ഉറക്കം വരില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചായ കുടിക്കാൻ തോന്നുക കേട്ടോ. അപ്പം ചായ കുടിക്കുമ്പോൾ അതിൽ മധുരം ഇടേണ്ടി വരും. ഈ ബട്ടർ കോഫി കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മധുരം ഇടേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ചെറിയൊരു മധുരം ഫീൽ ചെയ്യും ആ ബട്ടറിൻ്റെ. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ ഒരു 7 മണിയായപ്പോൾ ഹസ്ബൻഡ് കൂട്ടാൻ വന്നിട്ടോ. നാളെ എൻ്റെ ആര്യൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ്റെ മുടി വെട്ടാൻ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ മുടി വെട്ടുമ്പോൾ അപ്പോൾ തന്നെ രണ്ടാളതും ഒരുമിച്ചാണ് വെട്ടുക. അപ്പോൾ രണ്ടാളതും മുടി വെട്ടാൻ വേണ്ടിയിട്ട് വേവ്സിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വരികയല്ലേ, അപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യാനുണ്ട്, പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പനിയൊക്കെ പിടിച്ച് ആകെ മൊത്തം മുഖമൊക്കെ ഫുൾ ഡള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ നീയും കൂടെ വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ത്രെഡിങ്ങും ചെയ്തു, ജസ്റ്റ് ഒരു ക്ലീനപ്പും ഡീടാനും ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മുഖം ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇല്ലേ, എനിക്ക് നന്നായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ അപ്പർ ലിപ്പും ത്രെഡ് ചെയ്തു. അതാണ് ആ ചുണ്ടിൻ്റെ മുകളിൽ ഫുള്ള് റെഡായി കിടക്കണ കണ്ടോ. അപ്പോൾ എനിക്കവിടെ ചെറിയ ചെറിയ രോമങ്ങൾ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെയ്തു. മക്കളും സുന്ദര കുട്ടപ്പന്മാരായിട്ടോ. ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സൂചി അപ്പം തന്നെ പോയി കേട്ടോ. നല്ല ഇത്രയും ലേറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല, നല്ല പണി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സൂചി പോയി. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ തീർക്കാൻ കഴിച്ചത്. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.